പ്രിയ ദൈവമക്കളെ, ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന വായന പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ്. ദൈവം തൻ്റെ ജനത്തെ വിശുദ്ധിയിലേക്കും നീതിയിലേക്കും വിളിക്കുന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഈ ഭാഗത്തിലൂടെ നാം കാണുന്നത്. ഈ ധ്യാന സമയത്ത് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധവും ദൈവഹിതാനുസൃതവുമായിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന ഈ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനുള്ള ഒരു സന്ദേശമായി മാറണമേ. ഞങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും ശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. വിവാഹത്തിന് നിയമിക്കപ്പെടാത്ത ഒരു കന്യകയെ ഒരുത്തൻ വശീകരിച്ച് അവളോടുകൂടെ ശയിച്ചാൽ അവൻ സ്ത്രീധനം കൊടുത്ത് അവളെ വിവാഹം കഴിക്കണം. അവളെ അവന് കൊടുക്കുവാൻ അവളുടെ അപ്പന് അശേഷം മനസ്സില്ലെങ്കിൽ അവൻ കന്യകമാരുടെ സ്ത്രീധനത്തിനൊത്തവണ്ണം പണം കൊടുക്കണം. ക്ഷുദ്രക്കാരിയെ നീ ജീവനോട് വെക്കരുത്. മൃഗത്തോടുകൂടെ ശയിക്കുന്ന ഏവനും മരണശിക്ഷ അനുഭവിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയും ഉത്തരവാദിത്വവും ദൈവഭക്തിയും എന്നിവയെ എത്ര പ്രധാനമാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ഈ വചനങ്ങളിൽ ദൈവം മനുഷ്യബന്ധങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ചും തെറ്റായ പ്രവൃത്തികളുടെ ഫലത്തെക്കുറിച്ചും ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ ആവശ്യകതകളെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതം. ഇവിടെ ദൈവം മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വാക്കുകളും ബന്ധങ്ങളും തീരുമാനങ്ങളും ദൈവസന്നിധിയിൽ വിലപ്പെട്ടവയാണ്. ഇന്നത്തെ ലോകത്തിൽ പലരും ബന്ധങ്ങളെ കളിയാക്കുമ്പോൾ ദൈവം വിശുദ്ധിയോടും സത്യസന്ധതയോടും ജീവിക്കുവാൻ നമ്മെ വിളിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. വിശുദ്ധിയിലേക്കുള്ള വിളി എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ ജനത്തെ വേറിട്ട ജീവിതത്തിലേക്ക് വിളിക്കുകയാണ്. ലോകത്തിൻ്റെ വഴികളിൽ പിന്തുടരാതെ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധി പാലിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണ്. ദൈവത്തോടുള്ള വിശ്വസ്തത എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തെക്കാൾ മറ്റൊന്നിനും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നൽകരുത് എന്ന ശക്തമായ ഒരു മുന്നറിയിപ്പും ഈ വചനഭാഗത്തിൽ നമുക്ക് കാണാം. അഭിമാനം, പാപശീലങ്ങൾ, ലോകാസക്തികൾ എന്നിവയും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നായിട്ടാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്. ഇന്നത്തെ ജീവിതത്തിലേക്കുള്ള ഒരു സന്ദേശം ഈ തിരുവചനത്തിലുണ്ട്. ഈ വചനം നമ്മെ ചോദ്യം ചെയ്യുകയാണ്: ഞാൻ ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണോ നയിക്കുന്നത്? ദൈവം നമ്മെ കുറ്റപ്പെടുത്തുവാനല്ല, തിരുത്തി അനുഗ്രഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നടക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവ നീക്കിക്കളയുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും ബന്ധങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ
നിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുവാൻ അവിടുന്ന് കരുത്തു നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ. ഭാരങ്ങളുമായി കഴിയുന്നവർക്ക് സമാധാനവും ശാന്തതയും ആശ്വാസവും തമ്പുരാനെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഇന്നത്തെ ദിവസം മുഴുവൻ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ യാത്രകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ പഠന മേഖലകളിലും ഞങ്ങൾ ഏത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവോ ആ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവഹിതപ്രകാരം തമ്പുരാനെ അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ നീ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. നിന്റെ തിരുഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.